ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. PSC നടത്തുന്ന എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. 10th മെയിൻസ് എക്സാമുകളിൽ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ട് ചോദിക്കുന്ന കുറേ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ വാരി വലിച്ച് പഠിക്കുക അല്ല ചെയ്യേണ്ടത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇതുവരെ PSC ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഇനി ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുകയായിരിക്കും നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന രീതിയിലൊരു സീരീസാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. സീരീസ് നമ്പർ 1 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ്. ഈ ക്ലാസ്സുകൾ ഓഡിയോ ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾ 2-3 ആവർത്തി കേട്ട് പഠിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഈ ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്നതായ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പത്മ അവാർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടലായിട്ട് 139 പത്മ അവാർഡുകളാണ് കൊടുത്തത് 2025 അല്ലേ. അതിൽ പത്മവിഭൂഷൺ 7 പേർക്കും പത്മഭൂഷൺ 19 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് കൊടുത്തത്. ഓർത്തു വയ്ക്കുക, ടോട്ടൽ 139 പത്മ അവാർഡുകളാണ് നൽകിയത്. പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും എല്ലാം കൂടി ചേർത്ത് ഈ 3 അവാർഡുകളെ ചേർത്തിട്ടാണ് പത്മ അവാർഡ് എന്ന് പറയുന്നത്. ടോട്ടൽ 139 പത്മ അവാർഡുകളാണ് ഈ വർഷം വിതരണം ചെയ്തത്. പത്മവിഭൂഷൺ ഇതിൽ 7 പേർക്കാണ് ലഭിച്ചത്. 7 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 7 പേരെയും നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. നോക്കാം. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി ഒസാമു സുസുക്കി ചോദിക്കാവുന്ന ചോദ്യമാണ്. വാണിജ്യം, വ്യവസായം ഈ ഒരു മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ 2024 ഡിസംബർ 25 ഇദ്ദേഹം മരണമടഞ്ഞു. ഒസാമു സുസുക്കിക്കും ഇതുപോലെ മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ജഗദീഷ് സിംഗ് ഗെഹാർ 44ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചു. പിന്നീട് ശാരദാ സിൻഹയ്ക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പത്മവിഭൂഷൺ ലഭിച്ചത്. ബീഹാറിലെ നാടോടി ഗായികയായിരുന്നു ശാരദാ സിൻഹ. ഏതു മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് എന്ന് ചോദിക്കാം. നാടോടി ഗായികയായിരുന്നു. അവരും 2024 നവംബർ 5 മരണപ്പെട്ടത്. അടുത്തൊരു പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തമാണ്. കഥക് നർത്തകിയായിരുന്നു അവർ. ഗുജറാത്തുകാരിയാണ്. അപ്പോൾ കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്കും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്നത് ഓർത്തു വയ്ക്കുക. ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിക്കൽ ഫീൽഡാണ്. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ദുവൂർ നാഗേശ്വര റെഡ്ഡി. അവസാനമായിട്ട് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്സ് ആണ് അവരുടെ മേഖല. അപ്പോൾ ഈ 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കാം. എങ്ങനെയാണ്? നമുക്ക് ജഗദീഷ് സിംഗ് ഗെഹാർ എന്നുള്ളത് ജഗദീഷ് എന്നെടുക്കാം. ജഗദീഷും അതുപോലെ ശാരദാ സിൻഹ. ജഗദീഷും ശാരദയും കൂടി സുസുക്കി ബൈക്കാണ് നൽകിക്കാട്ടെ. സുസുക്കി ബൈക്കിൽ രജനീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് റെഡിയായി. ഓക്കെ, ജഗദീഷും ശാരദയും സുസുക്കി ബൈക്കിൽ രജനീകാന്തിനെ കാണാൻ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നാഗമൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ആരോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ലക്ഷ്മി നാരായണനോടും അതുപോലെ വാസുദേവനോടും. അപ്പോൾ വാസുദേവൻ എന്നുള്ളത് MT വാസുദേവൻ നായരാണ് കേട്ടോ. അപ്പോൾ വാസുദേവൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഒരു പര്യായ രൂപമാണല്ലോ. അപ്പോൾ ലക്ഷ്മി നാരായണനോടും അതുപോലെ വാസുദേവനോടുമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അവർ സർവാഭരണ വിഭൂഷിതരായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പത്മവിഭൂഷൺ എന്ന ടേമും അവിടെ കണക്ട് ചെയ്യാം. ഒന്നുകൂടെ കോഡ് പറയാം. ജഗദീഷും ശാരദയും സുസുക്കി ബൈക്കിൽ രജനീകാന്തിനെ കാണാൻ പോകാൻ റെഡിയായി. പോകുന്ന വഴിക്ക് നാഗമൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് അവർ ലക്ഷ്മി നാരായണനോടും അതുപോലെ വാസുദേവനോടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർ വിഭൂഷിതമായി ഇറങ്ങുകയാണ്. ഓക്കെ, ഇതാണ് കോഡ്.
പത്മ അവാർഡുകൾ ഒന്നുകൂടി നോക്കാം. MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ജഗദീഷ് സിംഗ് ഖെഹാർ, ശാരദാ സിൻഹ, കുമുദിനി രജനീകാന്ത് ലഖിയ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. അടുത്തത് പത്മഭൂഷനാണ്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ജോസ് ചാക്കോ പെരിയപുരം, മെഡിക്കൽ ഫീൽഡാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസ് ചാക്കോ പെരിയപുരം. 2011 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ജോസ് ചാക്കോ പെരിയപുരം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാം. മറ്റൊരു വ്യക്തിത്വമാണ് PR ശ്രീജേഷ്. പത്മഭൂഷൺ ലഭിച്ച മലയാളിയാണ് PR ശ്രീജേഷ്. 2015 അർജുന അവാർഡും 2017 പത്മശ്രീ പുരസ്കാരവും അതുപോലെ 2021 ഖേൽരത്ന പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടി ശോഭനയ്ക്കും ഇതുപോലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഇനി പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ 3 പേരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുകൂടാതെ ജതിൻ ഗോസ്വാമി സാത്രിയ നൃത്ത കലാകാരനാണ്. ഇദ്ദേഹത്തിനും പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ കൈലാഷ് നാഥ് ദീക്ഷിത്, ആർക്കിയോളജിയാണ് ഇദ്ദേഹത്തിൻ്റെ വിഭാഗം. കൈലാഷ് നാഥ് ദീക്ഷിത്തിനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇവർ 2 പേരെയും കാറ്റഗറി ഒന്ന് ഓർത്ത് വെക്കണം. ഇതുകൂടാതെയും ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ. ടോട്ടൽ 19 പേർക്കാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജതിൻ ഗോസ്വാമി ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാത്രിയ നൃത്ത കലാകാരനാണ്. കൈലാഷ് നാഥ് ദീക്ഷിത് ആണെങ്കിൽ ആർക്കിയോളജി വിഭാഗമാണ്, ഓർത്തു വയ്ക്കുക. ഇനി പത്മശ്രീ ടോട്ടൽ 113 പേർക്ക് ലഭിച്ചു. ഫുട്ബോൾ താരം IN വിജയൻ, അതുപോലെ K ഓമനക്കുട്ടിയമ്മ ആർട്സ് വിഭാഗം. ഇങ്ങനെ ഇവർക്ക് 2 മലയാളികൾക്കും. അതുകൂടാതെ കായിക താരങ്ങളായിട്ടുള്ള ഹർവീന്ദർ സിംഗ് പാരാ ആർച്ചറി ആയിരുന്നു. അതുപോലെ രവിചന്ദ്രൻ അശ്വിൻ, ദെൻ സത്യപാൽ സിംഗ് പാരാ അത്ലറ്റിക് പരിശീലകനായ സത്യപാൽ സിംഗിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പേരുടെ പേരുകൾ മാത്രമാണ് പത്മശ്രീയിൽ നമ്മൾ പറഞ്ഞത്. ടോട്ടൽ 113 പത്മശ്രീ പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങൾ ക്ലിയർ ആയല്ലോ. ഈ ഭാഗത്ത് നിന്ന് ഏത് മേഖലയിലാണ് കിട്ടിയെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുപോലെ കുറച്ച് പേരുകൾ തന്നിട്ട് പത്മഭൂഷൺ കിട്ടിയത് ആർക്ക്, കൂട്ടത്തിൽപ്പെടാത്തത് ആർക്ക്, പത്മവിഭൂഷൺ കിട്ടിയ കൂട്ടത്തിൽപ്പെടാത്ത ആർക്ക്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഭാഗം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തെക്കുറിച്ചാണ്. 2025 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ദിവസവേതനം ഇൻക്രീസ് ചെയ്തു. ഹരിയാനയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേതനമുള്ളത്. 400 രൂപയാണ്. 26 രൂപ വർദ്ധിച്ച് 400 രൂപയാണ് ഹരിയാനയിലെ നിലവിലെ വേതനം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേതനം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനമുള്ളത് ഹരിയാനയിലാണ്. അതുപോലെ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ്. അവിടെ 241 രൂപയാണ്. ഇനി ഗോവയാണ് സെക്കൻഡ്, 378 രൂപ. അതുപോലെ കേരളമാണെങ്കിൽ 369 രൂപയാണ്. 369 രൂപ. മുൻപ് 346 രൂപയായിരുന്നു. 23 രൂപ കൂടി കേരളത്തിൽ 369 രൂപയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ദിവസവേതനം എന്നത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2025 ജനുവരി 26 76ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു അല്ലെ. 76ാമത് റിപ്പബ്ലിക് ദിനം. അതുപോലെ 75ാമത് വാർഷികമാണ്. ഇനി എന്തായിരുന്നു 2025 റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരതം പൈതൃകവും വികസനവും. സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതായിരുന്നു പ്രധാന പ്രമേയം. അതോടൊപ്പം മറ്റൊരു പ്രമേയം കൂടി ഉണ്ടായിരുന്നു, ഭരണഘടനയുടെ തിളങ്ങുന്ന 75 വർഷങ്ങൾ. ഭരണഘടനയുടെ തിളങ്ങുന്ന 75 വർഷങ്ങൾ എന്നത്. ഇനി എവിടെയാണ് റിപ്പബ്ലിക് ഡേ പരിപാടികളൊക്കെ നടന്നത്? കർത്തവ്യ പഥിലാണ്. അതുപോലെ അതിഥിയായിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുഖിയാന്തോ ആണ്. അതുപോലെ ഈ ഒരു റിപ്പബ്ലിക് ഡേ പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയ കേരളത്തിൽ നിന്നുള്ള ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. ക്ഷണം ലഭിച്ച ആദിവാസി രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ രാമൻ രാജമന്നനാണ്. ഇനി ടോട്ടൽ കുറേ ടാബ്ലോസ് അവിടെ അണിനിരക്കുണ്ടായി. 16 ടാബ്ലോസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് ടാബ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സംസ്ഥാനങ്ങളുടെ കേസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനം ലഭിച്ച ടാബ്ലോ ഉത്തർപ്രദേശിൻ്റെതായിരുന്നു. കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് ഒരുക്കിയ ടാബ്ലോയ്ക്കാണ് സംസ്ഥാനങ്ങളുടെ കേസ് വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനം ലഭിച്ചത്. 2ാം സ്ഥാനം ത്രിപുരയ്ക്കും 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനുമായിരുന്നു. പിന്നീട് കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകൾ ഉണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനം ലഭിച്ചത് പട്ടികവർഗ മന്ത്രാലയം കൊണ്ടുവന്ന ടാബ്ലോയ്ക്കായിരുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോയിൽ 1ാം സ്ഥാനം ലഭിച്ചത് പട്ടികവർഗ മന്ത്രാലയം കൊണ്ടുവന്ന ടാബ്ലോയ്ക്കായിരുന്നു.
ഇനി മറ്റൊരു വിഭാഗം നോക്കാം. ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ടാബ്ലോകളിൽ 1-ാം സ്ഥാനം ലഭിച്ചത് ഗുജറാത്ത് സംസ്ഥാനത്തിനാണ്. ഗുജറാത്ത് കൊണ്ടുവന്ന ടാബ്ലോയ്ക്കാണ്. 2-ാം സ്ഥാനം ഉത്തർപ്രദേശിനും 3-ാം സ്ഥാനം ഉത്തരാഖണ്ഡിനുമാണ്. റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മുതൽ സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ഡേയിൽ ഇനി മുതൽ സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കണം. ഈ റിപ്പബ്ലിക് ഡേയുടെ വാല്യൂസ് എല്ലാം കുട്ടികളിലേക്ക് ഡയറക്റ്റ് എത്തിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി ഈ റിപ്പബ്ലിക് ഡേയിലേക്ക് ക്ഷണം കിട്ടിയ അതിഥികൾക്ക് ഒരു ഇൻവിറ്റേഷൻ ബോക്സ് ലഭിച്ചിരുന്നു. അതായത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള GI ടാഗ് കിട്ടിയ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ബോക്സ്. അതിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അടങ്ങിയിരുന്നത്? ബാംബു ബോക്സ്, കലംകാരി ഡിസൈൻ ചെയ്ത ബാംബു ബോക്സ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച്, അതുപോലെ IT കോപ്പ കളിപ്പാട്ടം, പിന്നെ പൊച്ചാമ്പള്ളി ഇക്കത്ത് തുണി യൂസ് ചെയ്തുകൊണ്ടുള്ള പെൻസിൽ പൗച്ച്. ഇങ്ങനെ 4 ഐറ്റംസ് ആയിരുന്നു ആ ഇൻവിറ്റേഷൻ ബോക്സിൽ ഉണ്ടായിരുന്നത്. പോച്ചമ്പള്ളി ഇക്കത്ത് തുണിയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ IT കോപ്പാക്ക എന്ന് പറയുന്ന കളിപ്പാട്ടമാണ്. അതുപോലെ കലങ്കാരി ഡിസൈൻ ചെയ്ത ബാംബു ബോക്സ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻവിറ്റേഷൻ ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇനി നോക്കേണ്ട പോയിന്റ്, 2025 UN ഏതൊക്കെ തീം അനുസരിച്ച് ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. UN അന്താരാഷ്ട്ര തീം എന്തൊക്കെയാണ്? അപ്പോൾ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ഇയർ 2025 UN തീരുമാനിച്ചിരിക്കുന്നത് 4 തീമുകൾ ബേസ് ചെയ്തിട്ടാണ് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ഇയർ ആയി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. അപ്പോൾ 2025 UN തീം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഈ 4 തീമും ചോദിക്കാം, അല്ലെങ്കിൽ മറ്റു 3 തീം തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടും ചോദിക്കാം. 4 തീമും അറിഞ്ഞിരിക്കുക. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം. ഓർത്തു വയ്ക്കണേ. ഇനി നമുക്ക് KS മണിലാലിനെ കുറിച്ച് നോക്കാം. ആരാണ് KS മണിലാൽ? ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. എന്താണ് ഇമ്പോർട്ടൻസ്? 2025 ജാനുവരിയിൽ ഇദ്ദേഹം അന്തരിച്ചു. 2025 ജനുവരിയിൽ അന്തരിച്ച KS മണിലാൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഡച്ച് ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും മൊഴിമാറ്റം ചെയ്തു. 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ നോക്കാം. നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ. നമുക്ക് ചോദ്യം വരാം, KS മണിലാലിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു വരാം. ഒന്നുകൂടി നോക്കാം. KS മണിലാലിനെ കുറിച്ച് 2025 ജനുവരിയിൽ അന്തരിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഡച്ച് ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഇനി നെതർലൻഡിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. ക്ലിയർ ആയല്ലോ? 2025 ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഗേൽ രത്ന പുരസ്കാര തുക 20 ലക്ഷം രൂപയാണ്. ഓക്കെ. ഷൂട്ടിംഗ് വിഭാഗത്തിൽ നിന്ന് മനു ഭാക്കർ. അതുപോലെ ലോക ചെസ് ചാമ്പ്യൻ ധമ്മരാജ് ഗുഗേഷ് അല്ലെ, ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനാണ് ഗുഗേഷ്. പിന്നെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ. ഈ 4 പേർക്കാണ് 2025 ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഓക്കെ. അടുത്തത് 2025 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് S മുരളീധരനാണ്. മലയാളി ബാഡ്മിൻ്റൺ കോച്ചാണ് S മുരളീധരൻ. ഓക്കെ. മലയാളി ബാഡ്മിൻ്റൺ കോച്ചായിട്ടുള്ള S മുരളീധരന് 2025 ദ്രോണാചാര്യ അവാർഡ് പുരസ്കാര ജേതാവാണ്. ഇനി 2025 അർജുന അവാർഡ് ജേതാവ് ആരാണ്?
15 ലക്ഷം രൂപയാണ് അർജുന അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. സാജൻ പ്രകാശ്, മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിനാണ് 2025 അർജുന അവാർഡ് ലഭിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മുണ്ടയ്ക്കലാണ് ഉത്തരം, മുണ്ടയ്ക്കൽ. ഓക്കെ. അതുപോലെ ഒപ്പം എന്നൊരു പദ്ധതിയുണ്ട്. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് ഭവന നിർമ്മാണ പദ്ധതിയാണ് ഒപ്പം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയാണ് ഒപ്പം. നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നത് കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. ഇന്ത്യയിലെ 14ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. കൊല്ലമാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി 2020 ഒക്ടോബർ 2 നിലവിൽ വന്നിട്ടുള്ളത്. വൈസ് ചാൻസലർ, ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ഡോക്ടർ PM മുബാറക് പാഷയാണ് ആദ്യത്തെ വൈസ് ചാൻസലർ. അതുപോലെ നിലവിൽ ജഗതി രാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നത് ഓർത്തു വയ്ക്കണം. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. ദ ബ്രൂട്ടലിസ്റ്റ് ആയിരുന്നു മികച്ച സിനിമ. ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. അതിൻ്റെ മികച്ച ഡയറക്ടറായിട്ട് ബ്രാഡി കോർബറ്റ്. മികച്ച നടനാണെങ്കിലോ അഡ്രിയാൻ ബ്രോഡി. അപ്പോൾ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് ബ്രാഡി കോർബറ്റ്. അദ്ദേഹമാണ് മികച്ച ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി ആയിരുന്നു. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. മികച്ച സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. ഈ ബ്രൂട്ടലിസ്റ്റിന്റെ ഡയറക്ടറായ ബ്രാഡി കോർബറ്റിനാണ് മികച്ച ഡയറക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഇനി മികച്ച നടി ഫെർണാണ്ട ടോറസ് ആണ്. ഫെർണാണ്ട ടോറസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ഡ്രാമ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ആരാണ്? സെബാസ്റ്റ്യൻ സ്റ്റാൻ എന്ന നടനാണ് മികച്ച നടൻ. എ ഡിഫറെൻറ്റ് മാൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെമി മൂറാണ്. ഡെമി മൂറിൻ്റെ ദ സബ്സ്റ്റൻസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. അതുപോലെ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എമിലിയ പെരേസ് ആണ്. എമിലിയ പെരേസിൻ്റെ സംവിധായകൻ ജാക്വസ് ഔഡിയാഡ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഡ്രാമ വിഭാഗമാണ്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്, ഡയറക്ടർ ബ്രാഡി കോർബറ്റ്, നടൻ അഡ്രിയാൻ ബ്രോഡി. മികച്ച നടിയായിരുന്നത് ഫെർണാണ്ട ടോറസ്. ഇനി ഫെർണാണ്ട ടോറസിന് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ഫിലിമിലാണ് അവാർഡ് കിട്ടിയത്. ഇനി കോമഡി വിഭാഗത്തിലേക്ക് വരുമ്പോൾ മികച്ച നടൻ സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ്. എ ഡിഫറെൻറ്റ് മാൻ എന്ന സിനിമയ്ക്കാണ് അവാർഡ്, ആ ഒരു സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്. മികച്ച നടി ഡെമി മൂറാണ്. ദ സബ്സ്റ്റൻസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അതുപോലെ മികച്ച കോമഡി സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ എമിലിയ പെരേസ് ആണ്. എമിലിയ പെരേസ് സംവിധാനം ചെയ്തത് ജാക്വസ് ഔഡിയാഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് പ്രഥമ ഖോ-ഖോ ലോകകപ്പിനെ കുറിച്ചാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ മാസ്കോട്ട് എന്താണ്? തേജസും താരയുമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് പുരുഷ വിഭാഗത്തിലും അതുപോലെ വനിതാ വിഭാഗത്തിലും വിജയികളായത് ഇന്ത്യയാണ്. പുരുഷ വിഭാഗത്തിലാണെങ്കിലും ശരി, വനിതാ വിഭാഗത്തിലാണെങ്കിലും ഇന്ത്യയാണ് വിജയികളായിട്ടുള്ളത്. അതുപോലെ റണ്ണറപ്പ് ആയിട്ടുള്ളത് നേപ്പാൾ. ബോളിവുഡ് താരം സൽമാൻ ഖാൻ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതുപോലെ പുരുഷ ടീമിനെ നയിച്ചത് ആരാണ്? പുരുഷ ടീമിനെ നയിച്ചത് പ്രതീക് വൈക്കറും അതുപോലെ വനിതാ ടീമിനെ നയിച്ചത് പ്രിയങ്ക ഇംഗ്ലുവാണ്. ആലോചിച്ച് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ ഖോ-ഖോ ആണ്, അതുകൊണ്ട് തന്നെ ചോദ്യസാധ്യത ഏറെയാണ്. വേദി ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം തേജസും താരയും. പുരുഷ വിഭാഗമാണെങ്കിലും വനിതാ വിഭാഗമാണെങ്കിലും ഇന്ത്യ ആയിരുന്നു വിന്നേഴ്സ്. റണ്ണറപ്പ് ആയിരുന്നത് നേപ്പാളാണ്. ബോളിവുഡ് താരം സൽമാൻ ഖാനാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. പുരുഷ ടീമിനെ നയിച്ചത് പ്രീതിക് വൈക്കറും അതുപോലെ വനിതാ ടീമിനെ നയിച്ചത് പ്രിയങ്ക ഇംഗ്ലുവായിരുന്നു. ഇതിൽ പങ്കെടുത്ത മലയാളിയായിരുന്നു നിഖിൽ. 12 പേരടങ്ങുന്നതാണ്. ഖോ-ഖോ ടീമിലെ മെമ്പേഴ്സ് എത്ര പേരാണെന്ന് ചോദിക്കാം. 12 പേരാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ.
ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് നമ്പർ 1 ആണ്. നിങ്ങൾ നോട്ട് എഴുതി തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. നമ്മുടെ PSC എക്സാമിന് കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പലരും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൽ നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കുകളും നമ്മുടെ റാങ്കിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നോട്ട് എഴുതി തന്നെ പഠിക്കുക. തുടർന്നുള്ള സീരീസും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ലൈക്ക് ചെയ്തു പോവുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.